പലതരത്തിലുള്ള പ്രൊപ്പോസലുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, പലയിടങ്ങളിൽ പല രീതിയിലുള്ളത്. എന്നാൽ സുരക്ഷാ സംവിധാനങ്ങളെയും നിയമങ്ങളെയും ഒക്കെ പുല്ലുപോലെ കാറ്റിൽ പറത്തിക്കൊണ്ട് നടത്തിയൊരു പ്രൊപ്പോസലിനെ കുറിച്ചാണ് ഇന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ വളരെയധികം ചർച്ചയാവുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ആകാശചുംബികളായ കെട്ടിടങ്ങളുടെ മുകളിൽ കയറി ശ്വാസം അടക്കിപ്പിടിക്കുന്ന ജിംനാസ്റ്റിക് പ്രകടനങ്ങൾ നടത്തുന്ന റഷ്യൻ സാഹസിക ദമ്പതികൾ അമേരിക്കയിൽ വെച്ച് നിയമത്തിന്റെ വലയിലായതോടുകൂടിയാണ് എന്താണ് ഈ സംഭവിച്ചതെന്നും ഇതൊക്കെ എന്താണ് നടക്കുന്നതെന്നൊരു ചോദ്യം ഉയരുന്നത്. ദുബായ് നഗരവാസികളെയും UAE ഭരണകൂടത്തെയും ഒക്കെ ഒരുപോലെ അമ്പരപ്പിക്കുകയും ആശങ്കപ്പെടുത്തുകയും ചെയ്ത പ്രശസ്ത റഷ്യൻ ഇൻഫ്ലുവൻസർമാരായ ആഞ്ചല നിക്കോളാവും അദ്ദേഹത്തിന്റെ പങ്കാളി ഇവാൻ ബ്യൂക്കസുമാണ് ന്യൂയോർക്ക് പോലീസിന്റെ പിടിയിലായത്. സംഗതി ഇങ്ങനെയാണ്. ന്യൂയോർക്കിലെ മാൻഹട്ടനിലെ വിഖ്യാതമായ എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗിന്റെ ഏറ്റവും മുകളിലെ കൂർത്ത അഗ്രഭാഗത്ത് യാതൊരുവിധ സുരക്ഷാ ഉപകരണങ്ങളുമില്ലാതെ തൂങ്ങിക്കിടന്ന് അതിസാഹസികത കാട്ടിയതിനാണ് ന്യൂയോർക്ക് പോലീസ് ഇവരെ വട്ടമിട്ട് പറന്ന് പിടികൂടിയതെന്ന് വേണം പറയാൻ. കെട്ടിടത്തിന്റെ ഏറ്റവും ഉയർന്ന ഭാഗത്ത് വെച്ച് നടത്തിയ നാടകീയമായ പ്രണയാഭ്യർത്ഥനയ്ക്ക് തൊട്ടു പിന്നാലെയായിരുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കണ്ണുവെട്ടിച്ച് ഇരുവരും മരണക്കളിക്ക് മുതിർന്നത്. ഭൂമിയിൽ നിന്നും ഏകദേശം 1454 അടി ഉയരത്തിലുള്ള കെട്ടിടത്തിന്റെ അറ്റത്ത് വെച്ചാണ് സ്വന്തം ജീവൻ പണയം വെച്ചിവർ തൂങ്ങിക്കിടന്നതും പ്രകടനങ്ങൾ നടത്തിയതും. കറുത്ത വസ്ത്രങ്ങൾ ധരിച്ച് മേഘങ്ങളെ തൊട്ടുരുമി ഇവർ നടത്തിയ ഈ പ്രകടനത്തിന്റെ ദൃശ്യങ്ങൾ ബാറ്റ്മാൻ കാറ്റ് വിമൻ എൻഗേജ്മെന്റ് എന്ന പേരിൽ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചതോടെയാണ് സംഭവം ലോകമറിഞ്ഞതും പോലീസ് പൂട്ടിയതും. ലോകത്തിലെ ഏറ്റവും ഉയർന്ന കെട്ടിടങ്ങളുള്ള ദുബായിലെ ആകാശവിസ്മയങ്ങൾക്കിടയിലാണ് ഈ റഷ്യൻ ജോഡികൾ തങ്ങളുടെ കരിയറിലെ ഏറ്റവും ശ്രദ്ധേയവും അപകടകരവുമായ പ്രകടനങ്ങൾ പലതും നടത്തിയിട്ടുള്ളത്. ദുബായിൽ മുൻപും പലതവണ സുരക്ഷാ സംവിധാനങ്ങളെ വെല്ലുവിളിച്ചവർ വൻ ഗോപുരങ്ങൾക്ക് മുകളിൽ കയറിയിട്ടുണ്ട്. 2022 ദുബായ് ഷെയ്ഖ് സായിദ് റോഡിലെ പ്രശസ്തമായ HS ടവറിന് മുകളിൽ കയറി ആഞ്ചല നടത്തിയ അതിശയിപ്പിക്കുന്ന ജിംനാസ്റ്റിക് പ്രകടനം UAE വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും അധികൃതരെ ചൊടിപ്പിക്കുകയും ചെയ്തിരുന്നു. ദുബായിലെ ആകാശപ്പരപ്പിൽ യാതൊരുവിധ സുരക്ഷാ വലയങ്ങളുമില്ലാതെ കെട്ടിടത്തിന്റെ വശങ്ങളിലൂടെ ഇവർ നടത്തുന്ന പ്രകടനങ്ങൾ കാണാൻ സാമൂഹിക മാധ്യമങ്ങളിൽ ദശലക്ഷക്കണക്കിന് ആരാധകർ ഇവർക്കുണ്ട്. ദുബായിക്ക് പുറമെ മലേഷ്യയിലെ ലോകത്തിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ കെട്ടിടമായ മെർദേക്ക 118, ചൈനയിലെ ഗോൾഡൻ ഫിനാൻസ് തുടങ്ങിയ വൻ ഗോപുരങ്ങളും ഇവർ മുൻപ് ഇത്തരത്തിൽ അനധികൃതമായി കീഴടക്കിയിട്ടുണ്ട്. ആഗോളതലത്തിൽ തരംഗമായ ഇവരുടെ പ്രണയവും ഈ ഭയമില്ലാത്ത ജീവിതവും പശ്ചാത്തലമാക്കി 2024 പ്രമുഖ OTT പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സ് ഒരു ഡോക്യുമെന്ററി പുറത്തിറക്കിയതോടെയാണ് ഇവർക്ക് അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രശസ്തി ലഭിക്കുന്നത്. റഷ്യയിലെ ഒരു സർക്കസ് കലാകാരന്റെ മകളായ ആഞ്ചല കുട്ടിക്കാലം മുതൽക്കേ പ്രൊഫഷണൽ ജിംനാസ്റ്റിക് പരിശീലനം നേടിയ വ്യക്തിയാണ്. മാതാപിതാക്കളുടെ വേർപിരിവിനെ തുടർന്ന് കടുത്ത ദാരിദ്ര്യവും പട്ടിണിയും അനുഭവിച്ചറിഞ്ഞ തന്റെ കഠിനമായ ബാല്യകാല അനുഭവങ്ങളാണ് ഭയമില്ലാതെ ഉയരങ്ങൾ കീഴടക്കാൻ തനിക്ക് കരുത്ത് പകർന്നതെന്ന് ആഞ്ചല മുൻപ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം സ്വന്തം മകളും മരുമകനും അമേരിക്കയിൽ വെച്ച് അറസ്റ്റിലായിട്ടും തനിക്ക് യാതൊരുവിധ ആശങ്കയില്ല എന്നാണ് ആഞ്ചലയുടെ പിതാവ് വളരെ വിചിത്രമായ രീതിയിൽ പ്രതികരിച്ചത്. മുന്നും പിന്നും ഒന്നും നോക്കാതെ നിയമങ്ങൾ ലംഘിക്കുന്നതും വൻ കെട്ടിടങ്ങൾക്ക് മുകളിൽ കയറി സാഹസികത കാട്ടുന്നതും തങ്ങളുടെ കുടുംബത്തിൽ വളരെ സാധാരണമായ ഒരു കാര്യം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ലോകത്തെ പല പ്രമുഖ നഗരങ്ങളിലും അധികൃതരുടെ കണ്ണ് വെട്ടിച്ച് ഇത്തരം മരണക്കളി കാട്ടാറുണ്ടെങ്കിലും ന്യൂയോർക്കിലെ അതീവ കർശനമായ സുരക്ഷാ പരിശോധനയിലും നിയമ സംവിധാനത്തിലും ഇത്തവണ ദമ്പതികൾക്ക് പണി പാളുകയായിരുന്നു. ഈ റഷ്യൻ കില്ലാടികളുടെ പുതിയ അതിസാഹസിക വീഡിയോ ഇന്റർനെറ്റിൽ തീ പടർത്തുമ്പോഴും ഇവർക്കെതിരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് അമേരിക്കൻ അധികൃതരുടെ തീരുമാനം.